മറ്റുള്ളവർ എങ്ങനെ നിങ്ങളോട് പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങളും അവരോട് പെരുമാറണം. കാരണം നിങ്ങൾ എങ്ങനെയാണോ മറ്റുള്ളവരോട് പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ നിങ്ങളോടും പെരുമാറുക. നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ളവരോട് പക, വിദ്വേഷം, വെറുപ്പ് എന്നിവയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അതായിരിക്കും മറ്റുള്ളവർക്ക് കൈമാറുക. അത് തന്നെയായിരിക്കും അവരിൽ നിന്നും നിങ്ങൾക്ക് തിരികെ ലഭിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ സ്നേഹം, നന്മ, സന്തോഷം തുടങ്ങിയവയാണ് പങ്കുവെക്കുന്നതെങ്കിൽ അത് തന്നെയായിരിക്കും നിങ്ങളിലേക്ക് മടങ്ങി വരിക. എപ്പോഴും ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരേയൊരു ചിന്തകനാണ്. നിങ്ങളുടെ ചിന്തകൾ സൃഷ്ടിപരമാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരാളെ ചതിക്കുന്നതിലൂടെ, കൊള്ളയടിക്കുന്നതിലൂടെ അല്ലെങ്കിൽ കബളിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളിലേക്കും ആ കുറവും പരിമിതികളും കൊണ്ടുവരുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ആന്തരിക പ്രേരണകളെയും ചിന്തകളെയും വികാരങ്ങളെയും അനുഭൂതികളെയും നിങ്ങൾ അറിയാതെ തന്നെ റെക്കോർഡ് ചെയ്യുന്നു. ഇത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ആണെങ്കിൽ നഷ്ടം, പരിമിതി, ഉപദ്രവം തുടങ്ങിയവ എണ്ണമറ്റ വഴികളിലൂടെ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നൽകുന്ന സ്നേഹം, നന്മ, മറ്റുള്ളവരോട് കാണിക്കുന്ന ദയ തുടങ്ങിയവയെല്ലാം നിങ്ങൾ അറിയാതെ തന്നെ പല വഴികളിലൂടെ ഇരട്ടിയായി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തും. നിങ്ങളുടെ ഉപബോധ മനസ്സ് കരുണയുള്ളതോ പകയുള്ളതോ അല്ല. എന്നാൽ നിങ്ങൾ മറ്റൊരാളെ കുറിച്ച് ഏത് വഴിയിലൂടെ എന്താണോ ചിന്തിക്കുന്നത് അത് അതേ വഴിയിലൂടെ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുന്നു. വൈകാരികമായ വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ പക്വതയുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ മാറുക. മറ്റൊരാൾ നിങ്ങളോട് വിയോജിക്കുന്നതിനോട് നിങ്ങൾ പൂർണ്ണമായും അനുവദിക്കുക. നിങ്ങളുമായി വിയോജിക്കുന്നതിനോട് അവർക്ക് പരിപൂർണമായ അവകാശമുണ്ട്. നിങ്ങൾക്കും അതുപോലെ തന്നെ അവരോട് പരിപൂർണമായി വിയോജിക്കുന്നതിന് അവകാശമുണ്ട്. മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങളുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി, അതുമല്ലെങ്കിൽ നിങ്ങളുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന വ്യക്തികൾ എന്നിവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.